ഷഫീഖ്, കോടതി പിരിഞ്ഞ് നേരം കുറയായി. ഇനി അവിടെ തമ്പടിച്ച് നിൽക്കുന്നതിൽ എന്താണ് കാര്യം? അവിടേക്ക് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണ് പോലീസുകാർ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്? അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കോടതി പിരിയുന്നത് വരെ കോടതി സമുച്ചയത്തിൽ പോലീസ് ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ഒരു പോലീസ് സന്നാഹമില്ല എങ്കിലും കോടതിയുടെ എല്ലാ കവാടങ്ങളിലും പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും ഒക്കെ പോലീസ് സംഘം ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള എല്ലാ സന്നാഹവും പോലീസ് ഒരുക്കിയിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും, കോടതി പ്രവർത്തിക്കുന്ന സമയത്തൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തിയില്ല. സുള്ളിയ വഴി ഇവിടെ എത്തും എന്നതായിരുന്നു നേരത്തെയും സൂചിപ്പിച്ചിരുന്നത്. അത്തരം ഒരു വലിയ അഭ്യൂഹം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ എത്താതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി പിരിഞ്ഞതിനു ശേഷം ഇപ്പോൾ കോടതി പൂർണ്ണമായും അടച്ചു പൂട്ടിയിട്ടുണ്ട്. ആ സമയത്ത് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അക്കാര്യമാണ് നമ്മൾ ഡിവൈഎസ്പിയോടും അന്വേഷിച്ചിരുന്നത്. അദ്ദേഹവും അതിലൊരു വ്യക്തത നൽകാൻ തയ്യാറായിട്ടില്ല. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം ഇവിടെ എത്തിയതാണ് ഇത്തരം ഒരു അഭ്യൂഹത്തിന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ. ഏതായാലും നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് വല്ല വിവരം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സിജോ വി ജോൺ കൂടി ചേരുകയാണ്. സിജോ, ഈ അന്വേഷണ സംഘം കേരളത്തിനകത്തും പുറത്തും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെയൊരു സൂചന നമുക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങിയേക്കുമെന്നുള്ളത് രാവിലെ മുതൽ തന്നെ ഒരു അഭ്യൂഹം പരക്കുന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് സന്നാഹം കൂടുതലായി അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അന്വേഷണ സംഘം പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടം കസ്റ്റഡിയിലുണ്ടോ, അറസ്റ്റ് ചെയ്യപ്പെടുത്തിയോ എന്നുള്ള സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇപ്പോൾ പോലീസിൽ ഉന്നത ആളുകൾ പോലും നൽകുന്നില്ല. നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥിരീകരണമായിട്ടില്ല, വിവരങ്ങളായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. സെർച്ച് തുടരുന്ന വിവരങ്ങളുടെ കാര്യങ്ങളിലോട്ട് പോലും പോകുന്നില്ല. പക്ഷേ നമുക്ക് ഈ കോടതിയിൽ ഇത്രയും പോലീസ് സന്നാഹമൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ, മജിസ്ട്രേറ്റ് കൂടി തുടരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാവും ഒരു നിഗമനത്തിലോട്ട് നമുക്ക് എത്താൻ ചെയ്യാം. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഇതുവരെയും പോലീസ് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ എത്രയും വേഗം രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനും തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെടുത്താനുമുള്ള നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരുന്നത്. ഇന്ന് രാഹുലിനെ സഹായിച്ച കേരളത്തിൽ ഉണ്ടായിരുന്ന രണ്ടുപേരെയും അതോടൊപ്പം തന്നെ കർണാടകയിൽ ഉണ്ടായിരുന്ന രണ്ടുപേരെയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിലേക്ക് അന്വേഷണ സംഘത്തെ കൂടുതൽ അടുക്കാൻ സാധിച്ചിട്ടുള്ളത്. എങ്കിലും ഈ അറസ്റ്റ് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ഒരു വിവരവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നില്ല. ഒരുപക്ഷെ വളരെ സുരക്ഷിതമായി രാഹുലിനെ ഒരു കോടതിയിൽ ഹാജരാക്കുക എന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ നടക്കുന്നതാവാം. അതുകൊണ്ടായിരിക്കും അത്തരം ഒരു കാര്യങ്ങളിലോട്ട് ഇതുവരെയും വെളിപ്പെടുത്താത്തത്. അതായത് അല്പസമയത്തിനും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. സിജോ, അതോടൊപ്പം തന്നെ ഈ ഇദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ആയ 2-3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടല്ലോ. ഇവരിൽ നിന്നൊക്കെ എന്തെങ്കിലും വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയി എന്നുള്ള വാർത്തയും നേരത്തെ വന്നിരുന്നല്ലോ. അതിൽ നിന്നും എന്തെങ്കിലും സൂചന അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ടാകുമോ? രണ്ടുപേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ബാംഗ്ലൂരിൽ എത്തിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി സൗകര്യം ഒരുക്കിയിട്ടുള്ള ഒരു ഡ്രൈവർ, ആ വാഹനത്തിന്റെ ഡ്രൈവർ, അതോടൊപ്പം തന്നെ ഇയാൾക്ക് താമസ സൗകര്യം ഒരുക്കിയ ഒരു റിസോർട്ടിന്റെ അവിടെ ഉള്ള ഒരു ജീവനക്കാരനാണോ അതിലെ ഉടമയാണോ ഉള്ള സ്ഥിരീകരണമുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരാളാണ്. രണ്ടുപേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പോലീസിന്റെ നീക്കം രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കുന്നുണ്ട്. കർണാടകയിൽ എത്തിയതിനു ശേഷം രാഹുൽ ആ കാര്യങ്ങൾ പോലീസ് നീങ്ങുന്നുള്ള വിവരം എത്തുന്ന വിവരം ലഭിക്കുന്നതിനെ തുടർന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുകയാണുള്ളത്. പക്ഷേ ഇന്ന് കൂടുതൽ ആളുകളെ ഇതിനായി വിന്യസിച്ചിരുന്നു, കൂടുതൽ ടീമുകൾ ഇതിനായി വിന്യസിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ചില നീക്കങ്ങൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങിയതായാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം.